ലോൺലിനെസ് എന്ന് പറയുന്ന കാര്യം ദൈവമക്കൾക്കില്ല. ലോൺലിനെസ് ഞാൻ പറയുന്നത് ഒരു പച്ച കള്ളമാണ്. ലോൺലിനെസ് എന്റെ കൂടെ ആരുമില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, പച്ചക്കള്ളമാണ്. ലോൺലിനെസ് ഒരു പിശാചിന്റെ ഒരു കള്ളമാണ്. യേശു പറഞ്ഞു, ഞാൻ ലോക അവസാനത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലും നമ്മുടെ കൂടെയും നമ്മുടെ മേലും ഇരിക്കുന്നു. മിനിമം 2 ദൂതന്മാരാണ് നമുക്കുള്ളത്. എൻ്റെ കൂടെ യേശുവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, കൂട്ടത്തിൽ 2 ബോഡി ഗാർഡ്സും ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ ഐസൊലേഷൻ പീരീഡിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. സ്വർഗം നമ്മുടെ കൂടെയുണ്ട്. സ്വർഗം നോക്കുന്നുണ്ട്. നിങ്ങളുടെ ചോദ്യം, സ്വർഗം നിങ്ങളുടെ ഉള്ളപ്പോൾ തന്നെ വേറൊരു തലവും കൂടെ അതിനകത്ത് എപ്പോഴും ഉണ്ട്. ഒരു ഈവൽ റെലത്തിനും ഒരു ആക്സസ് ഉണ്ട് ഐസൊലേഷൻ പീരീഡിൽ. പിശാചിന്റെ ലോകവും നമ്മെ ഇങ്ങനെ ഉറ്റുനോക്കുന്നുണ്ട്. ഇതല്ലേ പറയുന്നേ, ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് പറഞ്ഞിങ്ങനെ ചുറ്റി നടക്കുന്നു. അതാണ് അവിടുത്തെ വീക്കായിട്ടിരിക്കുന്നത്. അവൻ അവരുടെ അടുത്ത് വരാം, അവനോട് ചെന്നിട്ട് അവനിങ്ങനെ ചെന്ന് ചെന്നിട്ട് നിനക്ക് ഒന്നിനും കൊള്ളത്തില്ല, പിന്നെ ആരും സ്നേഹിക്കുന്നു, അവൻ അങ്ങനെ പറയുന്ന ഇങ്ങനെ ഓരോന്ന് പറയും. ചിന്തകളും ആകുലതകളും കൊടുത്ത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എൻവയോൺമെന്റിനെ അങ്ങ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. ഐസൊലേഷൻ പീരീഡിനകത്ത് അവന്റെ ചിന്തകളും ആകുലതകളും കയറിയിട്ട് അവനങ്ങ് ഇല്ലാതെ കർത്താവുമായിട്ട് ബന്ധം വരാതെ മുഴുവനുമായി താഴേക്ക് പോകാൻ തുടങ്ങും. 2 കാര്യങ്ങളാണ് ഒരുമിച്ച് നടക്കുന്നത്. സ്വർഗവും ഉണ്ട്, അതുപോലെ തന്നെ പിശാചിന്റെ ലോകവും ഉണ്ട്. ഏതിന് ആക്സസ് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാനാണ്. എനിക്ക് എന്ത് ചെയ്യാം, ഏതിനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ചോയ്സ് ഈസ് മൈൻ. ദൈവം ഒരിക്കലും എനിക്ക് വേണ്ടി ചൂസ് ചെയ്യത്തില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ആദാമിന്റെ കൈ ഹവയുടെ കയ്യിലും ആദാമിന്റെ കയ്യിലും കയറി പിടിച്ചില്ലല്ലോ, അവരെ കഴിക്കാൻ വിട്ടല്ലോ, അല്ലേ? ശരിയല്ലേ? ഫ്രീ വില്ലുണ്ട് മനുഷ്യന്. നമുക്ക് വിൽ പവർ തന്നിട്ടുണ്ട്. ആ വിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് ആരെ ചൂസ് ചെയ്യണം? മരണം ചൂസ് ചെയ്യരുത്, ജീവനെ ചൂസ് ചെയ്യണം, ദൈവത്തെ ചൂസ് ചെയ്യണം.